ഗൈസ്, ഇറ്റ്സ് മീ നിതീഷ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനൊരു ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പോർട്രേറ്റ് ഫോട്ടോയാണ്. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. വളരെ ചെറിയ ടെക്നിക്കാണ്. ഒരു ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫെയ്ഡഡ് ലുക്കാണ്, അത്ര സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്കല്ല. മോഡൽ ഫോട്ടോഗ്രാഫി അതേപോലെ തന്നെയുള്ള ജ്വല്ലറി ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. മാറ്റ് ലുക്ക് അല്ലെങ്കിൽ ആ ഫെയ്ഡഡ് ലുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പടത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയും. സോ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിച്ച് ടൂണിലായിരിക്കും അത് എഡിറ്റ് ചെയ്യുക. അതായത് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഈ പിക്ചർ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ പിക്ചറിൻ്റെ വൈറ്റ് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരുന്നില്ല, കുറച്ച് വാം ടൂൺ ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോ ഉപയോഗിച്ചിട്ട് കളർ കറക്റ്റ് ചെയ്തു. നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കറക്റ്റഡ് ഫോട്ടോയാണ് ആൻഡ് ഇറ്റ് ലുക്സ് പ്രിറ്റി ഗുഡ്. പക്ഷേ ആ ഒരു റിച്ച് ലുക്ക് വരുന്നില്ല, കളർ പോപ്പപ്പ് ആവുന്നില്ല ആൻഡ് ദ ഫോട്ടോ ലുക്സ് ഡൾ. ഇപ്പോൾ അവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ബ്രൗണിഷ് ടൂൺ കൊടുത്തിട്ട്, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ബ്രൗണിഷ് ടൂൺ കൊടുത്തൊരു മൂഡി ലുക്ക് നമുക്ക് കൊണ്ടുവരാം. പക്ഷേ നമ്മൾ മോഡൽ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത്, ഇറ്റ്സ് എ പോർട്രേറ്റ്. സോ ഐ വിൽ ഓൾവേസ് ഗോ വിത്ത് റിച്ച് കളേഴ്സ്. സോ എനിക്കിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിച്ചസ്റ്റ് ടൂണിങ്ങിനോടാണ് ആൻഡ് സോ മെനി അതർ പീപ്പിൾ ഹൂ ലൈക്സ് മൂഡി കളേഴ്സ്. അതൊക്കെ പേഴ്സണലാണ്. പക്ഷേ ഓൾമോസ്റ്റ് മോഡൽ ഫോട്ടോഗ്രാഫി നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോർട്രേറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതും മോഡലിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഷൂട്ട് ആണെങ്കിൽ കൂടി നിങ്ങളിപ്പോൾ ഫോട്ടോസ് എടുത്ത് നോക്കുവാണെങ്കിൽ കുറച്ച് റിച്ചസ്റ്റ് ടൂണിലായിരിക്കും അത് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂട്രൽ ആയിട്ടുള്ള പിക്ചർ ഗോൾഡൻ കളറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു ഗോൾഡൻ റിച്ച് ടൂൺ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് എങ്ങനെയാണ് നമുക്ക് ആ റിച്ച് ടൂൺ ചെയ്യാൻ നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് സെലക്റ്റീവ് കളറാണ്. അത് ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഏറ്റവും താഴെയായിട്ട് സെലക്റ്റീവ് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ, അതേപോലെ തന്നെ യെല്ലോ, റെഡ്, സിയാൻ, ബ്ലൂ, മജന്ത, വൈറ്റ്സ്, ന്യൂട്രൽസ്, ബ്ലാക്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഡിലേക്ക് പോവുകയാണ്. സോ ഞാൻ റെഡ് ഓപ്പൺ ചെയ്തു. റെഡ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം മജന്ത ഇൻക്രീസ് ചെയ്യാണ്. മജന്ത ഇൻക്രീസ് ചെയ്തപ്പോൾ കുറച്ച് റെഡിഷ് ടൂൺ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ യെല്ലോ ഇൻക്രീസ് ചെയ്യുകയാണ്, കുറച്ചും കൂടി കളർ മാറുന്നുണ്ട്. പിന്നെ ഞാൻ ബ്ലാക്ക് ഇൻക്രീസ് ചെയ്തു ആൻഡ് കുറച്ച് സയാൻ ഇൻക്രീസ് ചെയ്തു. സോ ദാറ്റ്സ് ഇനഫ് ഫോർ മീ ആൻഡ് ഐ വിൽ സെലക്ട് യെല്ലോ. ആദ്യം ഞാൻ മജന്ത ഇൻക്രീസ് ചെയ്തു, പിന്നെ യെല്ലോ ഇൻക്രീസ് ചെയ്തു. യെല്ലോ അത്യാവശ്യം ഒരു 60+ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ച് സൈൻ ഞാൻ ഡിക്രീസ് ചെയ്തു ആൻഡ് ബ്ലാക്ക് ഞാൻ ഇൻക്രീസ് ചെയ്തു. സോ നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ബിഫോർ ആഫ്റ്റർ. സോ ഇറ്റ് ലുക്സ് ഗുഡ്. കുറച്ച് കോൺട്രാസ്റ്റ് ഒക്കെ പിക്ചറിന് വന്നിട്ടുണ്ട് ആൻഡ് ഫേസ് ലുക്സ് ഗുഡ്. പക്ഷേ ആ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ കളർ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു റിച്ചസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂ സാച്ചുറേഷൻ ലെയറാണ്. ഹ്യൂ സാച്ചുറേഷൻ ലെയർ ഓപ്പൺ ചെയ്ത് നമ്മൾ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഞാൻ സാച്ചുറേഷൻ ഫുൾ ചെയ്യുകയാണ്. ഓക്കെ, ഫുൾ ചെയ്യുന്നു. വീണ്ടും ഒരു 18, 19. ഓക്കെ, 19 looks fine for me. So I'll show you the before and after. This is the before, this is the after. It looks good. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എന്ത് വേണം, ആ ഒരു ഗോൾഡൻ ലുക്ക് വേണം, ആ റിച്ച് ടൂൺ വേണം. ഇതിപ്പോൾ നോർമൽ ഒരു പടമാണ്. സോ ഞാൻ ആദ്യം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സെലക്റ്റീവ് കളർ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനകത്ത് ചെറിയൊരു കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ പിക്ചറിന് കൊടുത്തു ആൻഡ് ഹ്യൂ സാച്ചുറേഷൻ ലെയർ എടുത്തിട്ട് ഞാൻ കുറച്ച് സാച്ചുറേഷൻ കൊടുത്തു. സോ ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സെലക്റ്റീവ് കളർ എടുക്കും. സെലക്റ്റീവ് കളർ എടുത്തു ആൻഡ് ഐ സ്റ്റാർട്ട് വിത്ത് റെഡ്. സോ റെഡിൽ ഞാൻ മജന്ത ഇൻക്രീസ് ചെയ്തു, യെല്ലോ ഇൻക്രീസ് ചെയ്തു ആൻഡ് സിയാൻ കുറച്ച് ഡിക്രീസ് ചെയ്യാം, കാരണം ആ റെഡിഷ് കളർ എനിക്ക് വേണം. സോ മൊത്തത്തിലെല്ലാം ആവാൻ പാടില്ല. സോ റെഡിഷ് കളർ എനിക്ക് വേണം ആൻഡ് ഐ എം ഇൻക്രീസിങ് ബ്ലാക്ക്. ഓക്കെ, ആൻഡ് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഞാൻ ഓപ്പൺ ചെയ്തു. അതിൽ മജന്ത ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണ് ആൻഡ് യെല്ലോ ഓൾസോ ഇൻക്രീസ്ഡ്. സോ ഇപ്പോൾ ആ റിച്ച് ടൂൺ വരുന്നുണ്ട് പിക്ചർ. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം പിക്ചറിൻ്റെ എൻ്റെ ലുക്ക് മാറി. സെയിം നമ്മുടെ ജ്വല്ലറിയിലുള്ള അതേ കളറ് നമ്മുടെ മോഡലിൻ്റെ ഫേസിൽ വരാൻ തുടങ്ങി ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്. നമുക്ക് ബിഫോർ ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലുക്സ് ഗുഡ് ആൻഡ് ലെറ്റ്സ് മേക്ക് ഇറ്റ് എ ഗ്രൂപ്പ്.
സോ നമുക്ക് ബിഫോറും ആഫ്റ്റർ എന്താ നമ്മൾ ചെയ്തെന്ന് നോക്കാം. സോ ഇതായിരുന്നു ന്യൂട്രൽ പിക്ചർ. നമ്മൾ അതിനകത്തേക്ക് ആദ്യം ഒരു സെലക്റ്റീവ് കളർ ആഡ് ചെയ്തു കുറച്ച് കോൺട്രാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹ്യൂ സാച്ചുറേഷൻ ലെയറിൽ കുറച്ച് സാച്ചുറേഷൻ കൂട്ടി കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, സെലക്റ്റീവ് കളർ യൂസ് ചെയ്തു. സോ സെലക്റ്റീവ് കളർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്. ലുക്സ് ക്വൈറ്റ് ഗുഡ്. സോ റിച്ച് ടോൺ വന്നിട്ടുണ്ട്. ആൻഡ് അടുത്തെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലെവൽസ് എടുക്കും. അത് നമുക്ക് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ഫിൽ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലുണ്ട് ലെവൽസ് സെലക്ട് ചെയ്യുക. ആൻഡ് അതിനകത്ത് RGBയിൽ ഞാൻ കളിക്കുന്നില്ല. ഐ വോണ്ട് ബ്ലൂ കളർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂവിഷ് ടിൻറ്റ് കൊടുക്കണം എന്നാണ്. സോ I'll go with the highlights. Okay. ആൻഡ് മിഡ് ടോൺസ് ഞാനൊന്ന് നൈസിൽ പിടിക്കുന്നുണ്ട്, കുറച്ചും കൂടി യെല്ലോ ആയി കൊടുക്കാൻ വേണ്ടിയിട്ട്. യെസ്. ആൻഡ് കുറച്ച് ഷാഡോസ് ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ കളർ കണ്ടില്ല, കുറച്ചും കൂടി ഒരു വൈബ്രൻറ്റ് കളറായി മാറിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് ലെവൽസിൽ പിടിച്ചപ്പോഴത്തേക്കും. ഒരു സട്ടിൽ ചേഞ്ചേ ഉള്ളൂ, പക്ഷേ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പിക്ചറിനെ, കണ്ടില്ലേ? സോ നമ്മളിപ്പോൾ ബിഫോറും അതേപോലെ തന്നെ ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു റിച്ചസ്റ്റ് ലുക്ക് ആയിട്ടുണ്ട് പിക്ചർ, നല്ല എടുത്ത് നിൽക്കുന്നുണ്ട് പിക്ചർ. സോ ഐ എം ഹാപ്പി വിത്ത് ദിസ് ലുക്ക്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. അത് മാത്രമല്ല നമ്മൾ ഓവർ തലപോകം ചെയ്യുമൊന്നും വേണ്ട. ജസ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിങ്ങൾ അതിൻ്റെ വാല്യൂസ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗോൾഡൻ ലുക്ക് കിട്ടുന്നതാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ലെറ്റ്സ് സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ നിതീഷ് സൈനിങ് ഓഫ്.